ആണുങ്ങൾ രണ്ടെണ്ണം കാട്ടിക്കണം, രണ്ടെണ്ണം കാട്ടിക്കാതെ നീക്ക് എന്താണാടാ? എൻ്റെ ദൈവമേ, ഇത്രയും വലിയൊരു മണ്ടത്തരവും അറ്റ് സെയിം ടൈം ഇത്രയും വലിയൊരു തമാശയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എൻ്റെ ജീവിതം കേട്ടില്ല. ശരിക്കും ഒന്ന് പറഞ്ഞു തരാമോ, എങ്ങനെയാണ് രണ്ടെണ്ണം അടിക്കുമ്പോൾ ഒരാൾ ആണാകുന്നത്? ഒന്ന് പറഞ്ഞത് എനിക്ക് അറിയാൻ ഏതോട് ചോദിക്കുവാണ്. സച്ച് എ ബുൾഷിറ്റ് സ്റ്റേറ്റ്മെന്റ്, ഒരു സെൻസും ഉണ്ടാകാതെ പൊട്ടത്തരം. ഇവിടെ ശരിക്കും ഒരാൾക്ക് ആണാകണമെങ്കിൽ ദാറ്റ് പേഴ്സൺ ഹാസ് ടു ഹാവ് എ പേർപ്പസ് ഇൻ ലൈഫ്. കറേജ് വേണം, ഡിസിപ്ലിൻ വേണം, റെസ്പോൺസിബിലിറ്റി വേണം. ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഒരാൾ ആണാകുന്നത്. അല്ലാതെ കുറെ കമ്മത്തുമ്പോഴല്ല, അതിലൊരു ആണത്വവും ഇല്ല. പിന്നെ ഈ വെള്ളമുടിക്ക് ഇത്രയും വലിയ സൂപ്പർ സാധനമാണെന്ന് വരുത്തി തീർക്കുന്നത് ഈ സിനിമയെ കൂടെയാണ്. ഹീറോ വരുന്നു, സിഗരറ്റ് വലിക്കുന്നു, വെള്ളം അടിക്കുന്നു, 50 പേരെ അടിച്ച് തെറിപ്പിച്ച് അപ്പുറത്ത് കണ്ടെത്തിയിടുന്നു. അങ്ങനെ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് സിനിമയും കണ്ട്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതും ആൾക്കാർ പറഞ്ഞ് കേൾക്കുമ്പോൾ ഈ യങ് ജനറേഷൻ വിചാരിക്കും, ഓക്കെ ഞാൻ കുടിക്കുമ്പോഴാണ് മാസ് ആകുന്നത്, അല്ലെങ്കിൽ ഹീറോ ആകുന്നത്, അല്ലെങ്കിൽ ഒരാണാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പുറകെ പോകുന്നു തുടങ്ങും. ബട്ട് ഇവിടെ ഹീറോ ആകുന്നതിന് പകരം ഇവിടെ സീറോ ആണ് ആകാൻ പോകുന്നത്. കാരണം വെള്ളം അടിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ മാസ്കുലിനിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ അത് താഴോട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് റിസൾട്ട് ആണ് സംഭവിക്കുന്നത്. പിന്നെ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, അത് ഈ വെള്ളം അടിച്ച് നടക്കുന്നവന്മാര് സ്വന്തം ഇൻസെക്യൂരിറ്റി മറയ്ക്കാൻ വേണ്ടി ഇടയ്ക്കെടുത്ത് വെള്ളം വന്ന ഐറ്റമാണ്. ആൻഡ് സീറോ സെൻസ് ടു ഇറ്റ്. പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഇപ്പം തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് അവർക്ക് മനസ്സിലാകും ഇങ്ങനൊന്നും അല്ല പരിപാടി എന്ന്. ഓക്കെ, അത് സെൻഡ് എടുക്കാൻ മറക്കരുത്. അപ്പൊ ശരി, ആസ് ഓൾവേസ് സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് സ്റ്റാൻഡ് ഔട്ട്.